ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് പബ്ലിക് ആയിട്ടുള്ളത് എങ്ങനെ പ്രൈവറ്റ് ആക്കി വെക്കാം അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ളത് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ള ചെറിയൊരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് studio.youtube.com എന്ന് പറഞ്ഞ സൈറ്റ് കയറിയതിന് ശേഷം നമ്മൾ ഈ ക്രോം ബ്രൗസറിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെനു വരും. ആ മെനുവിൽ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈറ്റാണ് ഇതിൽ ഓപ്പൺ ചെയ്തത് അതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ സൈറ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. സെറ്റിങ്സിൻ്റെ ഐക്കൺ. അപ്പോൾ നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ വിൻഡോയിൽ നമുക്കിങ്ങനെ കുറച്ച് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അത് ജനറലാണ്. അതിൻ്റേതായ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് കാണുന്ന ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബേസിക് ഇൻഫോയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് സെറ്റിങ്സ്. അപ്പോൾ ആ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. ഓഡിയൻസ് എന്ന് പറയുന്ന അതിൻ്റെ താഴെ അതിൻ്റെ താഴെ നമ്മളെ ചാനലിലെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഒരു ഇത് വരും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു കോളത്തിൽ ടിക്ക് ഇട്ടതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലെ സബ്സ്ക്രൈബർ നമ്മളെ വ്യൂവേഴ്സിന് കാണാൻ പറ്റും. അപ്പോൾ ആ ടിക്ക് നമ്മൾ ഇവിടെ ഒഴിവായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ആയിരിക്കും കാണാൻ പറ്റും. അത് ഹൈഡായിട്ട് എടുക്കും. അതായത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ ജനറലിൻ്റെ താഴെയായിട്ടുള്ള ചാനൽ സെറ്റിങ്സിൽ പോയിട്ട് ബേസിക് ഇൻഫോ കഴിഞ്ഞ് അതിൻ്റെ അടുത്തായിട്ടുള്ള അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാം. അപ്പോൾ ആ കോളത്തിൽ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബർ എണ്ണം വിസിബിൾ ആയിരിക്കും, എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ടിക്ക് ഒഴിവാക്കിയ ശേഷം നമ്മൾ ഈ താഴെ മൂലക്കിലായിട്ട് കാണുന്ന സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് അപ്പോൾ സേവ് ആവും. അത്രയേ ഉള്ളൂ.